നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷമാണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല, ജമ്മു കാശ്മീർ വിഭജിച്ച് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടമായത്. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനഹിതം എങ്ങനെയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൊതുറാലിയെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെ ധോഡ സന്ദർശിക്കും. കഴിഞ്ഞ 42 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി ധോഡ സന്ദർശിക്കുന്നതെന്ന് കേന്ദ്ര കൽക്കരി ഖനി മന്ത്രിയും ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ചുമതലയും വഹിക്കുന്ന ജി കിഷൻ റെഡ്ഡി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ധോഡ സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് യോഗം നടത്തും. പ്രധാനമന്ത്രി ആദ്യമായി ധോഡ സന്ദർശിക്കുന്നതിനാൽ ഇതൊരു സുപ്രധാന സംഭവമായി കണക്കാക്കുന്നുവെന്നും 1982 ശേഷം ഒരു പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ധോഡ സന്ദർശനമാണിതെന്നും കിഷൻ റെഡ്ഡി പറഞ്ഞു. ധോഡ സ്പോർട്സ് സ്റ്റേഡിയത്തിലായിരിക്കും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുക. ഓഗസ്റ്റ് 31 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ റാലി കൂടിയാണിത്. സെപ്റ്റംബർ 19 മോദി ശ്രീനഗറും സന്ദർശിക്കും. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സെപ്റ്റംബർ 18 നടക്കും. സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിൽ 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ധോഡ, കിഷ്ത്വാർ, റംബാൻ എന്നീ 3 ജില്ലകളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ സെപ്റ്റംബർ 18 ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. ജമ്മു മേഖലയിലാണ് BJP ഇത്തവണ ഏറെ പ്രതീക്ഷ വെക്കുന്നത്. ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ട ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ജീവൻ മരണ പോരാട്ടമാണ്. കാശ്മീർ മേഖലയിലെ PDPയും നാഷണൽ കോൺഫറൻസുമാണ് ശക്തികൾ. ഇതിനു പുറമെ പീപ്പിൾസ് കോൺഫറൻസും പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. 2014 ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് PDP 28, BJP 25, NC 15, കോൺഗ്രസ് 12 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നിലനിർത്തിയത്. ആകെ 90 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇത്തവണ സെപ്റ്റംബർ 30 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ജമ്മുവിൽ ബാലറ്റ് വഴിയാകും തെരഞ്ഞെടുപ്പ് നടക്കുക. എല്ലാ വിഭാഗത്തിനും കുടിയേറ്റക്കാർക്കും വോട്ട് രേഖപ്പെടുത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ശ്രീനഗർ, ജമ്മു കാശ്മീരിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രപരമാണെന്നും കാശ്മീർ മതേതരമായതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിതെന്നും BJP ദേശീയ വക്താവ് സുധാംശു ത്രിവേദി പറഞ്ഞു. നാഷണലിസ്റ്റുകളും ആന്റി നാഷണലിസ്റ്റുകളും പ്രതിനിധികളാവുന്ന തെരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷി